ഹായ്, ഈ ഡ്രസ്സ് കണ്ടില്ലേ? ഇത് അറ്റാച്ച്ഡ് ആണ്. പാന്റ് രണ്ടാക്കരുത്, വീട്ടിൽ പോണം. ഇതിനകത്ത് ബാത്റൂം ഉണ്ടോ? അന്ന് ഇതിൻ്റെ ഷോർട്സ് കണ്ടിട്ട് ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ഡീറ്റെയിൽ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഈ തുണി വെച്ച് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. താഴത്തെ പോർഷൻ മടക്കി എടുത്തിട്ട് എത്രയാണോ വേണ്ട ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ലെങ്ത്ത് വേണ്ടത് 32 ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ലെങ്ത്ത് വെച്ചിട്ട്. മേലത്തെ പോർഷൻ 14ആണ് എനിക്ക് യോക്ക് പോർഷൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ് 32 എന്ന് പറയുന്നത്. ലാസ്റ്റ് മടക്കി വെക്കുന്നതിന് മുൻപായിട്ട് കട്ട് ചെയ്ത ഭാഗത്ത് സെൻട്രലായിട്ടൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. അതാണ് നമ്മൾ യോക്ക് പോർഷനോട് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് യോക്ക് പോർഷൻ്റെ ബാക്കാണ് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി വൈറ്റ് തുണിയിൽ കട്ട് ചെയ്ത് മെഷർമെൻറ്റ് അതിൽ എഴുതി വെച്ചിട്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തത് എങ്ങനെയാണെന്ന്. നെക്ക് വിഡ്ത്ത് കൊടുത്തത് 2.5 കേട്ടോ. ഞാൻ കോളറാണല്ലോ യൂസ് ചെയ്യുന്നത്. ഷോൾഡർ വന്നിട്ട് 4 കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മേലെ 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് 1, അതായത് സീം അലവൻസ് വിട്ടിട്ട് വരുവാണെങ്കിൽ 1/2 ഇഞ്ച് മാത്രമാണ് കേട്ടോ. അപ്പോൾ മേലെ 1/2 ഇഞ്ച്, താഴെ 1/2 ഇഞ്ച്, അങ്ങനെ 1 ടോട്ടൽ അതിൽ കട്ട് ചെയ്തിരിക്കുന്നത്. ആം ഹോൾ 6 എടുത്തത്. എൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് 32 ആണ്. അപ്പോൾ അതിൻ്റെ 8 4ആയിട്ട് ഭാഗിക്കുമ്പോൾ. അപ്പോൾ 2 ഇഞ്ചാണ് ഞാൻ സീം അലവൻസ് കൊടുത്തത്. 1.5 ഇഞ്ച് കൊടുത്താൽ മതി, എങ്കിലും എനിക്കൊരു ടെൻഷനായിരുന്നു എപ്പോഴും. അതുകൊണ്ട് ഞാൻ 2 ഇഞ്ച് എപ്പോഴും കൊടുക്കാറുണ്ട്. ലെങ്ത്ത് കൊടുത്തത് 15 കേട്ടോ. 14. അപ്പോൾ താഴെയും മേലെയായിട്ട് സീം അലവൻസ് 1/2 ഇഞ്ച് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് 15 എടുത്തു. അപ്പോൾ ഇനി ഷേപ്പിൻ്റെ ഭാഗത്തായിട്ട് വരുന്നത് 28 ആണ് എൻ്റെ സൈസ്. ഷേപ്പിൻ്റെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് ഒന്ന് കയറ്റി വെട്ടിയിട്ടുണ്ട്, ഒരു സ്ലോപ്പായിട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെയും സ്ലോപ്പായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. സ്റ്റിച്ചിങ്ങിൽ ഞാൻ എക്സ്പേർട്ടൊന്നും അല്ല, തെറ്റൊക്കെ ഉണ്ടാവും. ഒരുപാട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇനി ഫ്രണ്ട് പോർഷനാണേ. ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ ചെയ്യാം. ചെറിയ ചെറിയ മാറ്റങ്ങളാണുള്ളത് കേട്ടോ. ഫ്രണ്ടിലായിട്ട് നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് ഫ്രണ്ടിൽ ഒരു 2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി. 2 ഇഞ്ച് നമ്മൾ തുണി എക്സ്ട്രാ ഇടണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബട്ടണൊക്കെ വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടില്ല കേട്ടോ. നിങ്ങൾ കോളർ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നോർമലായിട്ട് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ആ ഒരു ഷേപ്പ് തന്നെ വരച്ചെടുക്കാം. അതിൽ ആം ഹോളിലും കഴുത്തിൻ്റെ ലെങ്ത്തിലും കുറച്ച് വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഇറക്കം ഫ്രണ്ടിൽ കുറച്ചുകൂടി ഇറക്കം കൂടുതൽ വേണം. അതായത് 3 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ കോളർ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്കത് ചേഞ്ച് ആക്കാം കോളർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കർവ് വരയ്ക്കണം. അതായത് നമ്മളൊരു സ്ക്വയർ ആക്കിയിട്ട് കർവ് വരയ്ക്കുക. അതുപോലെ തന്നെ ആം ഹോളിൽ ഒരു 1/2 ഇഞ്ച്, അതായത് നമ്മൾ 6.5 നമ്മൾ ആം ഹോൾ എടുക്കുന്ന സമയത്ത് ഒരു സ്ക്വയർ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് 1/2 ഇഞ്ച് മാത്രമാണ് നമുക്ക് കുഴിച്ച് വെട്ടുക. 1/2 ഇഞ്ച് മാത്രം ആ കോർണറിൽ നിന്ന് എടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് കുഴിച്ച് വെട്ടുക. മറ്റേത് നമ്മൾ 1.5 ഇഞ്ചാണ്, നമ്മൾ ആ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് എടുത്തിട്ടാണ് നമ്മൾ കർവ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് 1/2 ഇഞ്ചാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുഴിച്ച് വരയ്ക്കുക, അതിനുശേഷം കുഴിച്ച് വെട്ടുക. കഴുത്തും ആം ഹോളുമാണ് ഫ്രണ്ടിൽ ചേഞ്ച് ആവുക. അതുപോലെ തന്നെ കോളർ ആയതുകൊണ്ട് ഫ്രണ്ടിൽ കുറച്ച് 2 ഇഞ്ച് എക്സ്ട്രാ തുണിയും കൂടെ ഇടണം. സ്ലോപ്പൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിൽ ആം ഹോൾ കുഴിച്ച് വെട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എക്സ്ട്രാ തുണി ചുരുങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ബോറായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുഴിച്ച് വെട്ടുന്നത് കേട്ടോ. ഓൾറെഡി തയ്യൽ അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് നന്നായിട്ട് അറിയായിരിക്കും. തുടക്കക്കാരാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി എക്സ്ട്രാ 2 ഇഞ്ച് നമ്മൾ ഇട്ടല്ലോ, അപ്പോൾ അത് 2 ഇഞ്ച് തുടങ്ങുന്നത് എവിടെയാണോ അവിടെ നമ്മളിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനിയിപ്പോൾ കൈയാണ് വെട്ടാൻ പോകുന്നത്. അപ്പോൾ കൈയിന് ഒരു തുണി 4ആയിട്ട് മടക്കിയിട്ട് നമുക്ക് കയ്യിൽ വരുന്നത് നമ്മൾ ആം ഹോൾ വരുന്നത് 6.5 എടുത്ത് 6.5 എന്ന് മാർക്ക് ചെയ്യുക. പ്ലസ് 1.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് 8 നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഹാഫ് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു 5.5 ഞാൻ ലെങ്ത്ത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 5.5 ആണെങ്കിൽ മേലെ സീം അലവൻസ് 1/2 ഇഞ്ച്, താഴത്തെ 1 ഇഞ്ച് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച്, അങ്ങനെയാണ്. 5.5 ആകുമ്പോൾ സീം അലവൻസ് വിട്ടിട്ടാണെങ്കിൽ 6.5. ഇനി നമുക്ക് കർവ് വരച്ചേക്കുന്നത് നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ മേലെ, അതിൻ്റെ താഴോട്ടൊരു 3 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ടാണ് ആ കർവ് വന്നേക്കുന്നത് കേട്ടോ. കർവ് കോർണർ വന്നേക്കുന്നത് 3 ഇഞ്ച് താഴെയാണ്. അപ്പോൾ അത് കർവായിട്ട് നമ്മൾ വളച്ച് വരച്ചാൽ മതി. ഒരു പകുതി വരെ നേരെ വരച്ചതിന് ശേഷം കർവായിട്ട് താഴേക്ക് വളച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് കൈ വരുന്നത് കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണേ. ഫ്രണ്ട് പോർഷൻ നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ
കട്ട് ചെയ്തിരുന്നല്ലോ, അപ്പോൾ അത് രണ്ടായിട്ട് ഭാഗിക്കുക. അത് മടക്കിയിട്ടാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുക കേട്ടോ. രണ്ട് ഭാഗത്തായിട്ടായിട്ട് മടക്കി അടിക്കുക. 2 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുത്തേക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് 2 പ്രാവശ്യമായിട്ട് മടക്കി അടിക്കുക ഉള്ളിലോട്ട്. രണ്ടും ഒരുപോലെ തന്നെ അടിക്കുക കേട്ടോ. ഇനി അത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഭാഗം മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ബട്ടണൊക്കെ ഇടുമല്ലോ, നമുക്ക് ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണല്ലോ വരിക, പടി വരിക. അപ്പോൾ അങ്ങനെ ഒന്ന് സെൻറ്ററിൽ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ മറ്റേ താഴത്തെ ഭാഗം നമ്മൾ അതിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ 2 പോർഷനും നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് ആ സെൻറ്റർ നമ്മൾ ചേർത്ത് വെക്കുക. ആ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ചേർത്ത് വെക്കുക. അതിനുശേഷം ഉള്ളിൽ നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്യുമല്ലോ നമ്മൾ സാധാരണ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് കുറച്ച് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. ഒരു സൈഡിൽ മാത്രമേ നമ്മൾ പ്ലീറ്റ് എടുക്കേണ്ട കാര്യമുള്ളൂ. വെച്ചാൽ കുറച്ച് തുണി എക്സ്ട്രാ വരുള്ളൂ. അപ്പോൾ ആ സൈഡിൽ മാത്രം 4 സൈഡിലും ആയിട്ടാണ് പ്ലീറ്റ് വരിക. അപ്പോൾ അത് നെക്സ്റ്റ് അപ്പുറത്തെ ഭാഗത്തും അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. കുറച്ച് നോർമലായിട്ട് വരിക, ജസ്റ്റ് പ്ലീറ്റ് എടുക്കുക. പ്ലീറ്റ് ഒരു ഇഞ്ചിൻ്റെയൊക്കെ പ്ലീറ്റ് ആയിരിക്കും വരിക. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ എടുക്കുന്ന തുണീൻ്റെ അളവ് പോലെ ഇരിക്കും. നൈറ്റി പീസ് ആണെങ്കിൽ 1 ഇഞ്ച് വന്നിട്ട് ഒരു 4 5 പ്ലീറ്റ് എടുക്കാനുള്ള ഒരു തുണി ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് നമുക്കതിൽ ഒതുക്കുക. നമ്മളൊന്ന് വെച്ച് നോക്കുക ആദ്യം പ്ലീറ്റ്. എന്നിട്ട് അതിൽ ആ ഒരു തുണിയിലോട്ട് യോക്ക് പോർഷനിലോട്ട് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് പ്ലീറ്റ് എടുത്തിട്ട് ചെയ്യാം. ഏറ്റവും സൈഡിലോട്ടും പ്ലീറ്റ് എടുക്കണ്ട കേട്ടോ. 2 ഇഞ്ചൊക്കെ നമുക്ക് വിടാം. സീം അലവൻസ് വേണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ പ്ലീറ്റ് എടുത്ത് അതിനുള്ളിലോട്ടായി പോകും. അങ്ങനെ 2 പോർഷൻ അറ്റാച്ച് ചെയ്യുക. അതിന് ശേഷം ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കാം. 4 വശം അടിച്ചതിന് ശേഷമാണ് കേട്ടോ ഷോൾഡർ യോജിപ്പിക്കുന്നത്. നമ്മൾ സ്ലോപ്പ് നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബാക്ക് പോർഷനിൽ, അതൊന്ന് കട്ട് ചെയ്തതാണേ. അപ്പോൾ 4 വശവും നമ്മൾ പ്ലീറ്റ് എടുത്ത് കൊടുത്തു. അതിന് ശേഷം ഇത് യോക്ക് പോർഷൻസ് തമ്മിൽ ജോയിൻ ചെയ്യാണ്. ഇനി നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ തന്നെ ക്യാൻവാസ് ഒന്നുമില്ല, ആ ഒരു തുണിയിൽ തന്നെ നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ കഴുത്ത് എത്രയുണ്ടെന്ന് കറക്റ്റായിട്ട് അളന്ന് എടുക്കുക. അത് കറക്റ്റായിരിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കീറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അതുകൊണ്ട് കറക്റ്റായിട്ട് പിടിച്ച് തന്നെ അളവെടുക്കുക കേട്ടോ. കറക്റ്റ് നമുക്ക് 16.5 കിട്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതിയായിട്ട് 8.25 അളന്നത്. അതിലൊരു 1/4 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് കൊടുത്തു. അധികമൊന്നും വേണ്ട, ഒരു 1/4 ഇഞ്ച് മാത്രം മതി. വീതിയാണ് നമുക്ക് 1/2 ഇഞ്ച് കുറവ്, തുണി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ശരിക്കും 3.5 ഇഞ്ച് താഴേക്ക്, അതായത് 2 ഇഞ്ച് നമുക്ക് ആ ഒരു കോർണർ ഷേപ്പ് വരയ്ക്കാനും ആ കർവ് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി 1.5 ഇഞ്ച് കറക്റ്റായിട്ട് എടുക്കണം. 1 ഇഞ്ച് നമ്മൾ അടിച്ച് വരുമ്പോൾ 1 ഇഞ്ച് കിട്ടണം. പക്ഷേ ഞാൻ എടുത്തപ്പോൾ 1/2 ഇഞ്ച് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിൽ പോകുമ്പോൾ കട്ട് ചെയ്തിട്ട് വരുമ്പോൾ കണ്ടോ ഇത്രയും കുറവായിരിക്കും. ഇനി നമുക്ക് കൈ അടിക്കാം കേട്ടോ. കൈ അടിച്ചതിന് ശേഷം നമുക്ക് കോളർ അറ്റാച്ച് ചെയ്യാം. കയ്യിൽ നമ്മൾ 1/2 ഇഞ്ച് വീതം 2 പ്രാവശ്യം മടക്കി, അതായത് 1 ഇഞ്ചാണ് നമ്മൾ മടക്കി അടിക്കാൻ തയ്യൽ തുമ്പ് വിട്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ 1/2 ഇഞ്ച് വെച്ച് ആ ഒരു അളവിൽ മടക്കി അടിക്കുക. അതിനുശേഷം നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്തതും ആ ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങും നമ്മൾ യോജിപ്പിച്ച് സെൻറ്ററിൽ നിന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് 2 സൈഡിലോട്ട് പോവാം. ഇത് ഓൾറെഡി തയ്യൽ അറിയുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നൊരു അരോചകമായിട്ട് തോന്നും, പക്ഷേ ഇത് അറിയില്ല എന്നുണ്ടെങ്കിലുള്ള കാര്യമായിട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സെൻറ്ററിൽ നിന്ന് ആക്കുക, എന്നിട്ട് ഒരു സ്റ്റിച്ചും കൂടി അടിക്കുക. ഇനി നമുക്ക് കോളർ അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് താഴെ വിട്ടല്ലോ, അപ്പോൾ ഒരു ഭാഗത്ത് അത് മടക്കി അടിക്കുക, ചെറിയ രീതിയിൽ കേട്ടോ. 1/2 ഇഞ്ച് വേണ്ട, ഒരു 1/4 ഇഞ്ച്. അതിനുശേഷം തിരിച്ചിട്ടിട്ട് ഷേപ്പ് ഒന്ന് കൊടുക്കുക. അതായത് നമ്മൾ കോളറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മേലെക്കൂടെ ഒന്ന് അടിക്കുക. എന്നിട്ട് തിരിച്ചിടുമ്പോഴത്തേക്കും ആ ഒരു ഷേപ്പ് കിട്ടും. കോളർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം നമ്മളൊന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. രണ്ടിൻ്റെ കഴുത്തിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ കോളറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും അടിക്കുക. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതിൽ മടക്കിയ ഭാഗം ഉണ്ടല്ലോ, മടക്കിയത് ഭാഗം പുറത്തോട്ട് വരണം, നല്ല ഭാഗത്തോട്ട് വരണം. അതിന് വേണ്ടിയിട്ട് മടക്കാത്ത ഭാഗമാണ് നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്യുക കേട്ടോ. മടക്കാത്ത ഭാഗം ഉള്ളിലുള്ള ഭാഗത്തോട്ട് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം മടക്കിയ ഭാഗം തിരിച്ചിട്ടിട്ട് പുറത്തോട്ട് നല്ല ഭാഗത്തോട്ട് അടിക്കുക. ഇങ്ങനെയാണ് വരിക കേട്ടോ. അടിച്ച് വരുമ്പോൾ സമയത്ത് ഇങ്ങനെയാണ് വരിക. അപ്പോൾ പതുക്കെ സമയം എടുത്ത് അടിക്കണം. ഇങ്ങനെ ഒരുപാട് വലിച്ചൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് ചുരുങ്ങിയൊക്കെ ഇരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാം സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ടാക്കിയതിന് ശേഷം ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ കോളർ അടിക്കുക. ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പ്രസ് ചെയ്ത് അടിക്കുക. മേലെ കൂടെ കോർണറൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിക്കുക.
ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒരു 4 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് 2 സ്റ്റിച്ച് വീതം ഷേപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഇനി നമുക്ക് ബെൽറ്റാണ് വേണ്ടത്. ബെൽറ്റ് നമ്മൾ നേരത്തെ മറ്റേ ഡ്രസ്സിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ടെന്നല്ലോ. അപ്പോൾ ബെൽറ്റ് ഇടാൻ ക്യാൻവാസോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് 1 ഇഞ്ച് വലിപ്പത്തിലെടുക്കുക. ഇതെൻ്റെ പഴയ ഹാൻഡ് ബാഗിൻ്റെ ഒരു സാധനം കേട്ടോ. വള്ളിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനമില്ലേ, അതാണിത്. അപ്പോൾ നേരത്തെയുള്ള നമ്മുടെ ഡ്രസ്സിന് ഇത് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ സൈഡ് യോജിപ്പിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് നമ്മൾ കാലിൻ്റെ ഭാഗത്ത് നമ്മൾ കാല് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഭാഗം നമ്മളിങ്ങനെ, ഇതിപ്പോൾ നിർബന്ധമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനത് ചെയ്തിരുന്നു. അപ്പോൾ ഒരു 6-7 ഇഞ്ച് നമ്മൾ വലിപ്പത്തിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്തു. അടിയിൽ 2 ഇഞ്ച് വീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കേട്ടോ. അപ്പോൾ 6 ഇഞ്ചാണ് ഞാൻ കാല് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ഇടുന്നതാണ്. അപ്പോൾ അത് അത്രയും കട്ട് ചെയ്താൽ മാത്രമേ മടക്കി അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 6 ഇഞ്ചാണ് നമ്മൾ കറക്റ്റ് വെച്ചത് കേട്ടോ. പിന്നെ നമ്മൾ സൈഡ് യോജിപ്പിക്കുകയാണ്. അപ്പോൾ 5 എൻ്റെ കൈയിൻ്റെ വണ്ണം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഇഞ്ചാണല്ലോ സീം അലവൻസ് കൊടുത്തേ. അപ്പോൾ അതനുസരിച്ച് ഞാൻ സൈഡ് ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. 2 സൈഡ് യോജിപ്പിക്കുക. ഒരുപാട് ഷേപ്പ് ആക്കണ്ട, കാരണം നമുക്ക് ബെൽറ്റ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ ഷേപ്പ്. കാരണം നമ്മൾ നമ്മുടെ ഫുൾ ബോഡി നമ്മൾ അതിലൂടെയാണ് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഷേപ്പ് ആക്കിയാൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ടൈറ്റ് ആയിരിക്കും, കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ മെലിഞ്ഞ പ്രകൃതം ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഷേപ്പിലൊന്നും നമുക്കത് ഇടാനൊന്നും അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക, കയറുന്നുണ്ടോ, ഫുൾ ബോഡി കയറുന്നുണ്ടോ നോക്കുക. നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തൊക്കെ ചിലപ്പോൾ ഒന്നൊരു ടൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സൈഡ് രണ്ടും യോജിപ്പിച്ചിട്ട് 2 സ്റ്റിച്ച് ഇടണം കേട്ടോ. ലാസ്റ്റ് നമ്മൾ ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾ വെക്കുമല്ലോ, അങ്ങനെ നമ്മളൊന്ന് വെക്കുക കേട്ടോ. കഷ്ണം എടുത്തിട്ട് അവിടെ ഇവിടെ നിങ്ങൾ സൗകര്യം അനുസരിച്ച് ചെയ്യാം. ഇങ്ങനെയാണ് ഫൈനലായിട്ട് വരിക കേട്ടോ. ഇതായിരിക്കും ഇതിനുള്ളിൽ കൂടെ കയറി. അപ്പോൾ അളന്ന് നോക്കണം, 1 ഇഞ്ചാണ് നമ്മൾ ബെൽറ്റിൻ്റെ. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. നേരത്തെ ഇട്ട ഡ്രസ്സിൻ്റെ സെയിം തന്നെയാണ്, സ്ലീവ് മാത്രമാണ് വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ വീഡിയോ എടുക്കാനുള്ള ഫെസിലിറ്റീസ് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ പരിമിതികളൊക്കെ വീഡിയോസിൽ ഉണ്ടാവും. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്